എന്താണ് ഇത്തവണത്തെ സീസണിന്റെ ലോഗോയുടെ മീനിങ്? എന്തൊക്കെയാണ് ബിഗ് ബോസ് ലോഗോയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? എന്തൊക്കെയാണ് ബിഗ് ബോസിന്റെ ഫസ്റ്റ് പ്രൊമോയിൽ ലാലേട്ടൻ പറഞ്ഞത്? വിശദമായി തന്നെ നോക്കാം. അപ്പൊ എങ്ങനെ തുടങ്ങുമല്ലേ? അതെ, അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 8ന്റെ ആദ്യത്തെ പ്രൊമോ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഇത്രയും നാളും വെയിറ്റ് ചെയ്തിരുന്ന ലാലേട്ടന്റെ അടിപൊളി ലുക്കിലുള്ള ഒരു പ്രൊമോ. അതും ലാലേട്ടന്റെ ബർത്ത്ഡേ ആയ ഇന്ന് തന്നെ ലാലേട്ടന്റെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് പോലെ തന്നെ അത് പുറത്തുവിട്ടിരിക്കുകയാണ്. സീസൺ 8ന് വേണ്ടി ഏറ്റവും കൂടുതൽ കാത്തിരുന്നത് ലാലേട്ടൻ താടി ഇല്ലാണ്ട് വന്ന് ആങ്കർ ചെയ്യുന്ന ഫസ്റ്റ് എപ്പിസോഡ് കാണാനായിട്ടായിരുന്നു. ഏതായാലും ലാലേട്ടന്റെ ആ സെയിം ലുക്കിലുള്ള ഫസ്റ്റ് പ്രൊമോ എത്തിയിട്ടുണ്ട്. ഈ പ്രൊമോ സീസണിന്റെ ലോഞ്ച് അനൗൺസ് ചെയ്തതുകൊണ്ടുള്ളതല്ല, കോമണേഴ്സിന് വേണ്ടിയിട്ടുള്ള പ്രൊമോ ആണ് ഇന്ന് പുറത്തു വന്നത്. മറ്റു ഭാഷകളിലുള്ള ബിഗ് ബോസ് ഷോകളെ അപേക്ഷിച്ച് മലയാളം ബിഗ് ബോസിൽ മാത്രമാണ് കോമണേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എല്ലാ സീസണിലും ഒരു കോമണർ ആയിരിക്കും ഉണ്ടാകുക. എന്നാൽ ലാലേട്ടൻ്റെ പ്രൊമോ വെച്ചിട്ട് ഇത്തവണ 2 അതിലധികമോ കോമണേഴ്സ് ഉണ്ടായേക്കും. കോമണേഴ്സിന് എങ്ങനെ ബിഗ് ബോസ് ഷോയിൽ എൻട്രി ചെയ്യാമെന്നാണ് ലാലേട്ടൻ പ്രൊമോയിലൂടെ പറയുന്നത്. സാധാരണക്കാർക്ക് ബിഗ് ബോസ് ഷോയിലേക്ക് എൻട്രി ചെയ്യാൻ ഒരു ഷോയുടെ പാർട്ടായി ഒരു മത്സരവേദി തന്നെ ഉണ്ടാക്കും. അതിൽ വിജയിക്കുന്നവർക്കായിരിക്കും ബിഗ് ബോസ് ഷോയിലേക്ക് എൻറ്റർ ചെയ്യാൻ പറ്റുന്നത്. ഇതിനുവേണ്ടി പുതിയൊരു റിയാലിറ്റി ഷോ കൊണ്ടുവരുമെന്ന് തോന്നുന്നില്ല. നിലവിലിപ്പോൾ ഏഷ്യാനെറ്റിൽ ഓടുന്ന ഏതെങ്കിലും ഒരു ഷോയുടെ പാർട്ടായിട്ടായിരിക്കും ഈ ഒരു മത്സരം സംഘടിപ്പിക്കുന്നത്. അതിന് കൂടുതൽ ചാൻസ് ഉള്ളത് കുക്ക് വിത്ത് കോമഡി എന്ന ഏഷ്യാനെറ്റിൻ്റെ ഏറ്റവും പുതിയ റിയാലിറ്റി ഷോയിലാവും. ഒന്നെങ്കിൽ കുക്ക് വിത്ത് കോമഡി എന്ന റിയാലിറ്റി ഷോയുടെ പാർട്ടായിട്ട് ഈ ഒരു മത്സരം സംഘടിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഫൈനൽ ഡേയോടനുബന്ധിച്ച് നടത്തുന്ന എന്തെങ്കിലും പരിപാടിയുടെ പാർട്ടായിട്ട് ഈ ഒരു മത്സരം സംഘടിപ്പിക്കാനും സാധ്യതയുണ്ട്. ഈ ടാസ്കിൻ്റെ പേര് ബിഗ് ബോസ് അഗ്നി പരീക്ഷ എന്നാണ്. അതായത് കോമണേഴ്സിന് വേണ്ടി മാത്രം നടത്തുന്ന ഒരു ടാസ്ക്കാണിത്. മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് ടിക്കറ്റ് ടു ഫെയിം കിട്ടും. അതായത് ഫെയിമിലേക്കുള്ളൊരു ടിക്കറ്റ്. ബിഗ് ബോസിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരന് എന്തുമാത്രം ഫെയിം കിട്ടുമെന്ന് നമ്മൾ ലാസ്റ്റ് സീസണിൽ അനീഷിൻ്റെ ഫാൻ ബേസ് കണ്ട് മനസ്സിലാക്കിയതാണ്. ബിഗ് ബോസ് സീസൺ 8ൻ്റെ ലോഗോയിൽ കുറച്ച് കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ 8 കൈകളാണ് ആദ്യം നമ്മുടെ കണ്ണിൽപ്പെടുന്നത്. ആ 8 കൈകളും എനിക്ക് തോന്നുന്നത് സാധാരണക്കാരുടെ 8 കൈകളാണെന്നാണ്. അതുകൊണ്ട് തന്നെ 8 സാധാരണക്കാരെ ഈ സീസണിൽ പ്രതീക്ഷിക്കാം. അടുത്തത് സീസൺ 8ൻ്റെ 8 എന്ന ആ ഒരു അക്കൗണ്ടല്ലോ, അതിലെഴുതിയിരിക്കുന്ന ഒരു ലെറ്ററിംഗ് ആണ്. അത് ഗ്രീക്ക് വേർഡാണ് എഴുതിയിരിക്കുന്നത്. ആ വേർഡ് പ്രൊനൗൺസ് ചെയ്യുന്നത് ഡെമോക്രാറ്റിയ എന്നാണ്, വിച്ച് മീൻസ് ഡെമോക്രസി. ഇംഗ്ലീഷിൽ ഡെമോക്രസി എന്ന് പറയും, മലയാളത്തിൽ ജനാധിപത്യം. അത് കണ്ടപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു മ്യൂസിക് വരില്ലേ, അസദോമ സദ്ഗമയ എന്ന് പറഞ്ഞിട്ട്, അത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ഫോർ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവമാണ്. ഒരുപാട് പേര് സാധാരണക്കാർക്ക് എപ്പോഴാണ് ഓഡിഷൻ നടക്കുന്നത്, സാധാരണക്കാർ എങ്ങനെയാണ് ഇതിലേക്ക് ഇന്നാവുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കുറേ വീഡിയോസിൻ്റെ അണ്ടിൽ വന്നിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഓർത്ത് വെക്കുക, അവർക്കൊക്കെ ഉള്ളൊരു അവസരമാണിത്. ഒരാളെ മാത്രമേ എടുക്കുകയുള്ളൂ എന്ന് കരുതി നിങ്ങൾ ആരും സങ്കടപ്പെടരുത്. ഒരുപാട് പേരെ എടുക്കുന്നുണ്ട്. വരുന്ന പ്രൊമോയിലൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അത് നിങ്ങൾ എങ്ങനെ പങ്കെടുക്കണം, എങ്ങനെ അതിലേക്ക് അപ്ലൈ ചെയ്യണം എന്നുള്ള ഫുൾ ഡീറ്റെയിൽസും വരുന്ന പ്രൊമോയിലുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്ത് തന്നെ ഇരിക്കുക. എനിക്ക് തോന്നുന്നു ഈ ഒരു സീസണിൽ ഇത്രയും കോമണേഴ്സിനെ എടുക്കുന്നത് കൊണ്ട് വരുന്ന സീസണിൽ അത്രയും അവസരം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം കോമണേഴ്സ് എൻട്രി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, മാക്സിമം അതിനകത്ത് പങ്കെടുക്കാൻ ശ്രമിക്കുക, മാക്സിമം വിൻ ചെയ്യാൻ നോക്കുക. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുമായി അടുത്ത വീഡിയോയിൽ കാണാം.